I can't imagine what they must have gone through to make those choices. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു രീതിയിലും എന്നിൽ നിന്ന് മറച്ചു വെക്കാതെ എൻ്റെ മുമ്പിൽ കൊണ്ട് വയ്ക്കുക. ആൻഡ് ടു ഓൾസോ ടെൽ മീ, assure me that problem is on one side, we are on the other side. The importance of therapy is unparalleled. I cannot underline the importance enough. ഇതിന് ഞാൻ അനുഭവിച്ച രീതിയിലുള്ള കൊളാപ്സോ ട്രോമയോ പോകണമെന്നൊന്നുമില്ല. ഭയങ്കര ഉള്ളിലിങ്ങനെ നിറഞ്ഞു കവിഞ്ഞിങ്ങനെ വേദനകൾ ഇങ്ങനെ നിൽക്കുമ്പം ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ അതപ്പോൾ ഡാം ബേസ്റ്റ് ചെയ്യുന്ന പോലെ വരും. And I like that part where you talked about body, that you became more aware. Yeah. നമ്മുടെ ബോഡിയുടെ കുറിച്ച് നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ത്രൂ ദ ഫോട്ടോഷൂട്ട്സ് ആൻഡ് സെൽഫ് ഇമേജ് ബോഡി ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞല്ലോ. പാർവതി, നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈയിടയ്ക്ക് ഒരു റീൽ തന്നെ കാണുമായിരുന്നു, വൈ ഡു ഓൾ ആക്ട്രസസ് ലുക്ക് അലൈക്ക്, ആൻഡ് ഐ വാണ്ടഡ് ടു ബ്രിങ് ദിസ് പോയിന്റ് അക്രോസ് ടു യു ഫോർ സംബഡി ഹൂ ബിലീവ്ഡ് ഇൻ ഡൈവേഴ്സിറ്റി ഓൾ അലോങ്. നമ്മുടെ സ്കിൻ കളർ, നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ്, അതെല്ലാം ഒരു പ്രൊപ്പോർഷനനുസരിച്ച് ട്വീക്ക് ചെയ്ത് ഫില്ലേഴ്സ് ഇട്ട് മാറ്റിമറിച്ച് ഇപ്പം എല്ലാ ആക്ട്രസസ് ഏകദേശം ക്ലോൺസ് ആയിട്ട് കണ്ടു തുടങ്ങണ രീതിയിലേക്ക് പോകുമ്പോൾ ഹൗ ഡു യു ഫീൽ ബീങ് എ പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി ആൻഡ് ആൻ ആക്ടർ ഫേസിങ് ഓൾ ദീസ് പ്രഷേഴ്സ് ടു? ഡു യു ഫീൽ ഇറ്റ്? I don't. You don't? One thing I can say is that I have not, എനിക്ക് പേഴ്സണലി ഒരു പ്രഷർ തോന്നിയിട്ടില്ല. ഐ ഹാവ് ബീൻ അവെയർ ഓഫ് വൺ തിങ് ദോ, അതായത് നമ്മളുടെ ബോഡി മാറുമ്പം വയസ്സായല്ലോ എന്ന് ചോദിക്കുന്നത് ഒരു പ്രവണതയാണ്. താങ്ക് ഗോഡ് വയസ്സാവുന്നതുകൊണ്ടാണല്ലോ ജീവനോടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത് കേൾക്കുമ്പോഴോ അത് വായിക്കുമ്പോഴോ എനിക്ക് ഒരിക്കലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. എൻ്റെ ചെറിയ ചെറിയ നരകൾ ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇവിടെയുള്ള ലൈൻസൊക്കെ ആർ പ്രൂഫ് ദാറ്റ് ഐ ഹാവ് ലിവ്ഡ് എ വെരി ഗുഡ് ലൈഫ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അത് വരാൻ കാരണവും എൻ്റെ സുഹൃത്തുക്കളാണ്. ആൻഡ് ഐ ഹാവ് ടു സേ, എൻ്റെ സുഹൃത്തുക്കൾ ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് ഹവ് ഓൾസോ ഡൺ തിങ്സ്. ആ പ്രഷർ ഇല്ലാതിരിക്കാൻ കാരണം എനിക്കൊരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, പല പല ബോഡി സ്ട്രക്ചേഴ്സ് ഉള്ള, സ്കിൻ ടോൺസ് ഉള്ള, ഹു ആർ നോട്ട് ഓൾസോ ഫ്രം ദി ഇൻഡസ്ട്രി. അപ്പോൾ അവർക്ക് പറയാനുള്ളതും അവർ പറയുന്നുണ്ട് അവരെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നതെന്നും, പിന്നെ അതൊരു വലിയൊരു ഡിസ്കഷൻ ആവുക. സോ അങ്ങനത്തെ ഒരു സഭ കിട്ടുക എന്ന് തന്നെ അതൊരു എനിക്ക് തോന്നുന്നത് ഹാസ് റിയലി ഫിക്സ്ഡ് ഓൾ മൈ ഇഷ്യൂസ്, നോട്ട് ഓൾ മൈ ഇഷ്യൂസ് ബട്ട് മോസ്റ്റ് ഓഫ് മൈ ഇഷ്യൂസ്. പിന്നെ തെറപ്പി ഹാസ് ഹെൽപ്ഡ്. ഒരുപാട് വേറെ കാര്യങ്ങൾക്കായിരിക്കും തെറപ്പി പോയിട്ടുണ്ടാവുക, പക്ഷെ നമ്മുടെ ബോഡി സ്റ്റോർസ് ട്രോമ. അപ്പം പലപ്പോഴും നമ്മൾ ഐ ഫീൽ ലൈക്ക് സം പീപ്പിൾ ഗോ ആൻഡ് ഗെറ്റ് സർട്ടൻ തിങ്സ് ഡൺ ബിക്കോസ് അവർക്ക് ഔട്ട്വേർഡ് ഇൻ പ്രോസസ് ആയിരിക്കും ഈസിയർ. മേ ബി ദേ ക്യാൻ ഫിക്സ് സംതിങ് ആൻഡ് മേ ബി ദെയർ ഹാർട്ട് വിൽ ഹീൽ എ ലിറ്റിൽ. എനിക്ക് ഇൻസൈഡ് ഔട്ടാണ് എപ്പോഴും വർക്കൗട്ട് ആയിട്ടുള്ളത്. വെൻ ഐ എം ദ മോസ്റ്റ് ഹാപ്പി, അപ്പോഴാണ് ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അല്ലാതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് ഹാപ്പി അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇറ്റ് ഹാസ് ടു കം ഫ്രം സ്റ്റിൽനെസ് ഫ്രം വിത്തിൻ. അത് എൻ്റെ ഒരു വേ ആണ്. പിന്നെ അബൌട്ട് ഹൗ പീപ്പിൾ ആർ ലുക്കിംഗ് സിമിലർ, ഐ ഷെയർ യുവർ കൺസേൺ ബിക്കോസ് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു എസിമെട്രി ഉണ്ടെങ്കിൽ ആ യുണീക്നെസ് ആണ് എന്നെ ഞാനാക്കുന്നത്. എസ്പെഷ്യലി ഒരു നടി എന്ന രീതിയിൽ എൻ്റെ ചില ഭാവങ്ങളുടെ ട്രാൻസിഷനും വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് അതെൻ്റെ മുഖമായതുകൊണ്ടാണ്. സോ ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദ ക്ലോണിങ് തിങ് ദാറ്റ് ഹാപ്പൻസ്, ബോൺ റീസ്ട്രക്ചറിങ് ദാറ്റ് ഐ ഹാവ് ഹേർഡ് ഓഫ്, ചിൻ ചീക്ക് ട്രാൻസ്പ്ലാന്റ്സ് ദാറ്റ് ഐ ഹാവ് ഹേർഡ് ഓഫ്. ഭാഗ്യത്തിന് ഇതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്കൊരിക്കലും അത് മലയാളം ഇൻഡസ്ട്രിയിൽ കുറേയും കൂടെ കുറവാണ്, ആ പ്രഷർ തോന്നിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് എന്നെ ബോഡി ഷെയിം ചെയ്തതിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് തന്നെ ഇമാജിൻ ഹാവിങ് ടു സേ ദാറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്, അതെൻ്റെ ലക്ക് എന്ന് പറയുന്നത്. പക്ഷേ മലയാളത്തിലായതുകൊണ്ട് ബട്ട് ഐ കാൺട്ട് ഇമാജിൻ വാട്ട് ദേ മസ്റ്റ് ഹാവ് ഗോൺ ത്രൂ ടു മേക്ക് ദോസ് ചോയ്സസ്. അതിനെ തള്ളി പറയാനോ അതിനെ കണ്ടെം ചെയ്യാനും പറ്റുന്നില്ല. കാര്യം വാട്ട് ഐ ഹവ് ലേൺഡ് ആസ് എ ഫെമിനിസ്റ്റ് ഇസ് ദാറ്റ് ഐ റിയലി ഡോണ്ട് നോ ദെയർ ജേർണി. ഐ റിയലി ഡോണ്ട് നോ അവരുടെ ചെറുപ്പം എങ്ങനെയായിരുന്നു, അവരുടെ ചൈൽഡ്ഹുഡിൽ അവരെന്ത് അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ ബോഡിയിൽ എന്ത് ട്രോമയാണ് അവർ ഹോൾഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ട്രോമ ഇല്ല, അവർ വളരെ ഹെൽത്തി ഹാപ്പിയാണ് ആൻഡ് ദേ ഹാവ് ചോസൺ ടു ഡു ദിസ്. മൈ ചോയ്സ് ദെൻ വുഡ് ബി ടു present this, balance the narrative. Okay. Balance the narrative.
You spoke about mental health. In fact, ഡിപ്രഷനെ കുറിച്ച് നമ്മൾ കോവിഡിന് ശേഷമാണ് പലവരും തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയതും. ആൻഡ് ദിസ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കുറേയൊക്കെ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് സ്റ്റിഗ്മ മാറാനും പലവരും സംസാരിച്ചതും. ബട്ട് യു സ്പോക്ക് അബൌട്ട് ഇറ്റ് വേ ഏർലിയർ. എനിക്ക് തോന്നുന്നു ഐ റെഡ് ആൻ ആർട്ടിക്കിൾ വിച്ച് ഇസ് അറ്റ്ലീസ്റ്റ് 2 or 3 years older. ആൻഡ് അന്നൊന്നും ഇത്രയും കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നില്ല പാർവതി. You spoke about it. Why did you speak about it? And depression ആയിട്ടുള്ള ഒരു relationship which Deepika has really spoken about. How did that transform you? How did you realize things about yourself through the mental health concerns that you had? So before I speak about this, തെറപ്പിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പല പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും ട്രിഗർ വാർണിംഗ് എന്ന് പറയുന്ന പോലെ. സോ I would like to request that ഈ സെക്ഷൻ തുടങ്ങുമ്പോൾ you put something called care warning. നമ്മൾ പുതിയൊരു ടെർമിനോളജിയാണ്, കെയർ വാർണിംഗ് ആണ്. So to people who may get triggered by listening to what I have to say, they can take a beat and choose whether to listen. I think that's a big lesson I've learned with therapy. Is to trauma dump ചെയ്യാതിരിക്കുക. യെസ്, ഭയങ്കര ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിങ്ങനെ വേദനകൾ ഇങ്ങനെ നിൽക്കുമ്പം ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ അതപ്പം ഡാം ബേസ്റ്റ് ചെയ്യുന്ന പോലെ വരും. പക്ഷേ സംടൈംസ് ആ ഒരു ഹൈജീനെ നമ്മൾ പഠിക്കണം ടു സീ അവർക്കത് കേൾക്കാനുള്ള ബാൻഡ് വിഡ്ത്ത് ഉണ്ടോ, അത് അവരെ ട്രിഗർ ചെയ്യുമോ. അപ്പോൾ അവരെ ട്രിഗർ ചെയ്താൽ അവരെയും കെയർ ചെയ്യാനുള്ള ബാൻഡ് വിഡ്ത്ത് എനിക്കുണ്ടോ. ഇറ്റ് ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പ്രൊഫഷണൽ ഹെൽപ്പ് എല്ലാവർക്കും കിട്ടാൻ ഒരു പ്രിവിലേജ് ഇല്ല. പക്ഷേ ഞാനത് ചേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. വളരെയധികം റോങ് ആയിട്ടുള്ള തെറപ്പിസ്റ്റിൻ്റെ അടുത്തും ചെന്ന് പെട്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള ട്രോമ വേറെയാണ്. പിന്നെ എന്നിട്ടും ടു പിക്ക് യുവർ സെൽഫ് അപ്പ് അഗെയിൻ ആൻഡ് ട്രസ്റ്റ് അനദർ തെറപ്പിസ്റ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഡു. സോ ഐ വോണ്ട് ടു അണ്ടർലൈൻ ദാറ്റ് ഫാക്ട് ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ് ദ റൈറ്റ് ഫിറ്റ് ഓഫ് എ തെറപ്പിസ്റ്റ്. ഐ ഹാവ് ഫൈനലി ഫൗണ്ട് ഇറ്റ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എത്ര വർഷം എടുത്തു ഫോർ യു? When was Bangalore Days released? Quite some time. 2014 if I'm not. So 10 years. Yeah. So ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇവിടെ ആ കെയർ വാർണിംഗ് ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഐ ഹാഡ് കൊലാപ്സ്ഡ്. ആൻഡ് ഒരു ഷോട്ട് കഴിഞ്ഞു, ഷോട്ട് ഇസ് ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഷോട്ട്. നെക്സ്റ്റ് തിങ് ഐ നോ ഐ എം ഓൺ ദ ഫ്ലോർ ആൻഡ് ഐ എം ബീങ് ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ. Now the reason I am telling you this is that is the first time my body gave a signal that you've been suppressing too much. ബോഡിക്ക് ഇനി അത് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ധന്യ ദാറ്റ് ബോഡി ക്യാൻ ഡൂ ദിസ്. ലൈക്ക് ബോഡി വിൽ ഷട്ട് ഡൗൺ ഇഫ് യു ഡോണ്ട് ഫിക്സ് യുവർ മൈൻഡ്. ബോഡി വിൽ സേ സ്റ്റോപ്പ്. ഓക്കെ, അതിന് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങി. അന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പം എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു റിബ് കേജിൻ്റെ ഉള്ളിൽ. ആൻഡ് ഞാൻ പറയുന്നത് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു പറ്റുന്നില്ല എന്നാണോ അതോ അറിയില്ല എന്നാണോ, വിച്ച് ചേഞ്ച്ഡ് മൈ ലൈഫ്. ആൻഡ് ഐ സെഡ് ആക്ച്വലി ഞാൻ മറന്നുപോയി എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന്. ഇൻഹെയിൽ എക്സ്ഹെയിൽ മറന്നുപോയി. സോ മച്ച് സോ ദാറ്റ് ദ ഡോക്ടർ ഹാഡ് ടു ടെൽ മീ ഇൻഹെയിൽ എക്സ്ഹെയിൽ for me to know inhale is in and exhale is out. That's how your body stops. And when your body stops, you listen. I didn't know that appuram. 2014 അത് നടന്ന സമയത്ത് എനിക്ക് I was very shocked. My brother knew it. My parents knew much later. Of course, Anjali knew. Anjali took care of me. What that did is, it started a whole process of finding out what is wrong with me, what is wrong with me, what is wrong with me, why did this happen. പിന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഐ വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് പാനിക് അറ്റാക്സ്. ബിക്കോസ് എനിക്ക് ഉത്തരം അറിയില്ല. എനിക്കറിയാം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, എനിക്കറിയാം ദേഹത്ത് വേദന വരുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ദേഹത്ത് വേദനയില്ല, അത് സൈക്കോസൊമാറ്റിക് ആണ്. സോ ദീസ് തിങ്സ് സ്റ്റാർട്ടഡ് becoming bigger and bigger with each film I was doing, with each issues that were happening. This is where it started for me. 2014, when my body stopped, is when my journey with mental health started, I would say. And adu kazhinjittu adu expose cheyidittulla layers are unbelievable. To the extent that just last year, I have these moments of, ഇങ്ങനെ ഇരുന്നു ഞാൻ ചില സമയത്ത്. ബിക്കോസ് കാലങ്ങളായിട്ടുള്ള തെറപ്പീൻ്റെ lesson or revelation comes much later. You have to sit with the discomfort of it
for you to realize much later. അപ്പം നമ്മൾ പിന്നെ എന്തൊക്കെ ഫൈറ്റ് ചെയ്യണം? ലോസ് ഓഫ് ടൈം തോന്നും നമുക്ക്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. You mustn't do that to yourself. I have learned that the hard way. Is that if ഒരു പേരൻ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ചൈൽഡിനെ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെ എങ്ങനെയാണോ നമ്മൾ കെയർ ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ട് നമ്മളോട് ആ സ്നേഹം കാണിക്കുന്നില്ല, ആ ഗ്രേസ് നമ്മൾ കാണിക്കുന്നില്ല? We forgive our friends. We even forgive our enemies for crying out loud. For some reason, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മളിങ്ങനെ ഈവൻ ടുഡേ ധന്യ ബിഫോർ കമ്മിങ് ഹിയർ ഐ തിങ്ക് ദർ വാസ് എ ടൈം ഞാൻ സോഫയിലിരുന്ന് എന്തോ ചിന്തിച്ചിട്ട് എന്നെ തന്നെ ശകാരിക്കുന്ന പോലെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഇത്ര നേരമായി അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുന്നുമില്ല നീ എന്നുള്ളൊരു ചിന്ത. ആൻഡ് ഐ ആക്റ്റീവ്ലി ലൗഡ്ലി സേ സ്റ്റോപ്പ് ഇറ്റ്. ദീസ് ആർ ഓൾ വെരി ഫണ്ണി സംടൈംസ് ബിക്കോസ് ഐ ലിവ് അലോൺ, പീപ്പിൾ ഡോണ്ട് സീ ഇറ്റ്. പക്ഷേ ദീസ് ആർ ആക്ച്വൽ ആക്ഷൻസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു. അത് ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ പെർഫോമർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഐ ആക്ച്വലി ആക്റ്റീവ്ലി സേ ഇറ്റ്. ഇപ്പം ചിത്ത എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഐ വാച്ച് ഇറ്റ് വിത്ത് മൈ വെരി ക്ലോസ് ഫ്രണ്ട്. വൈൽ വാച്ചിങ് ഇറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ട്രിഗർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ് 10, 9, 8, 7, 6, 5, 4, 3, 2, 1 this breathing techniques that I've learned from. Then I started doing this while I'm watching. You push yourself a little more through discomfort. എല്ലാവരും ഇത് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് the importance of therapy is unparalleled. I cannot underline the importance enough. ഇതിന് ഞാൻ അനുഭവിച്ച രീതിയിലുള്ള കൊളാപ്സോ ട്രോമയോ പോകണമെന്നൊന്നുമില്ല. You just check in with yourself, whoever it is, everybody can benefit from being able to talk. പക്ഷേ at the same time എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരിക്കലും എനിക്കൊരു സബ്ജക്റ്റായിട്ട് തോന്നിയിട്ടില്ല. കാര്യം I come as I come, right? This is just who I am. Much like I don't know how it was not to be a feminist, I don't know what it is to not talk about this, because then daily I am dealing with this, no? I also can socialize കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഷട്ട് ഡൗൺ ആവും. You'll visibly see that. You noticed that a while ago, right? You'll see it immediately on my face. I don't try to hide it now. I don't try to say, illa, I'm okay. No, something is there. I'll come back. So you give yourself a lot of grace. ഇങ്ങനെ നമുക്ക് തന്നെയായിട്ടുള്ള സ്പേസ് നമ്മളിങ്ങനെ ഇവിടെ വാൾസ് ഇവിടെയാണ് നിൽക്കുന്നത്. അതിന് ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് വാൾസ് ഇവിടെയാക്കും. പിന്നെ കുറച്ചും കൂടെ വാൾ, പിന്നെ കുറച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു വീടുണ്ടാവും നമ്മുടെ ചുറ്റും, നമ്മളായ നമ്മുടെ വീട്. പക്ഷെ അത് അത്രയ്ക്കും യു ഹാവ് ടു, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യുന്ന പോലെ you have to commit to yourself, to love yourself, and that doesn't mean love yourself. That means it'll be painful, and I hope you have the right people with you. That's a privilege. I have that. I keep saying this, I have 1,000 problems in my life, but my people in my life are not it. And the lovely bunch of women whom you hang around with and travel the world with and do all kinds of fun things with, ആ ഒരു ട്രൈബ് ഉണ്ടല്ലോ, that's kind of an object of my envy, Satyam Bhatta. You come join. This tribe is maddening. It's a tribe of women who support each other. എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് വെൻ യു ആർ ഇൻ യുവർ 30s, നമുക്ക് സ്ത്രീകൾക്ക് ഒരു സിസ്റ്റർഹുഡ്, വാട്ട് ഹാസ് ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു യു? ഇപ്പം it has gone beyond calling it sisterhood, tribe. It's become essential. നമുക്ക് വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ദേഹത്തിന് വേണ്ട പോലെ നമ്മുടെ മനസ്സിന് അർഹതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ കമ്പാനിയൻഷിപ്പ്. ആൻഡ് പ്യുവർ ലവ്. ഇറ്റ് ഈസ് പ്യുവർ ലവ്, ബട്ട് ഇറ്റ്സ് ഓൾസോ കണ്ടീഷണൽ ലവ്. നമുക്ക് വളരെയധികം ബൗണ്ടറീസ് പഠിപ്പിക്കുന്ന ഈ സൗഹൃദങ്ങളാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ, സി, ഐ ഡോണ്ട് ബിലീവ് ലവ് ഇസ് അൺകണ്ടീഷണൽ. ലവ് മസ്റ്റ് ബി കണ്ടീഷണൽ ആൻഡ് വിത്ത് ഹെൽത്തി ബൗണ്ടറീസ്. ഇത് നമ്മൾ പഠിക്കുന്നത് I call my friendships companionships because that's the kind of companionships I have known mostly in life. More than the നമ്മൾ റെഗുലറായിട്ട് കണ്ടുപരിചയപ്പെട്ടിട്ടുള്ള അതായത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഒരു സ്പൗസൽ റിലേഷൻഷിപ്പ് കമ്പാനിയൻഷിപ്പ് അല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് സൗഹൃദത്തിലൂടെയുള്ള കമ്പാനിയൻഷിപ്പാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു രീതിയിലും എന്നിൽ നിന്ന് മറച്ചു വെക്കാതെ എൻ്റെ മുമ്പിൽ കൊണ്ട് വയ്ക്കുക.
And to also tell me, assure me, that problem is on one side, we are on the other side. I'm not judging you, but why did you do this? Can we talk about it? എനിക്ക് പണ്ടൊക്കെ കോൺഫ്രണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ധന്യ, ഞാൻ എന്നെ ഹോസ്പിറ്റലൈസ് ആക്കേണ്ടി വരും. എസ്പെഷ്യലി എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ തെറ്റിയതോ, ഞാൻ തെറ്റിയിട്ടുണ്ടാവും, നീ അവിടെ വീണോ, ഞാൻ ഊതിയതുകൊണ്ടായിരിക്കും, ഞാൻ ശ്വസിച്ചുകൊണ്ട് നീ വീണായിരിക്കും. ലൈക്ക് എന്ത് തെറ്റ് എവിടെ നടന്നാലും ഇത് ഏറ്റെടുക്കാൻ ഞാനൊരാളുണ്ടായിരുന്നു പണ്ട്. എൻ്റെ സെൽഫ് എസ്റ്റീം, എൻ്റെ വാല്യൂ, ടു ഗിവ് മീ ദ സ്പേസ് ടു സേ ദാറ്റ് ലിസൺ, നീ പറഞ്ഞത് എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ട്, ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഹവ് സെഡ് ദാറ്റ്. അത് അംഗീകരിക്കാനല്ല, അതിനെ ചാലഞ്ച് ചെയ്യാൻ എനിക്കൊരു സ്പേസ് ഉണ്ട്. ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ ഹിയർ യു, പക്ഷെ ഞാനതല്ല പറഞ്ഞത്, ഞാനിതായിരുന്നു പറഞ്ഞത്, ആൻഡ് ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ഇറ്റ് എന്ന് പറയുന്ന സൗഹൃദങ്ങളാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പാർവതിയുടെ ഫ്രണ്ട് ആവണമെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് വൺ ട്രേറ്റ് ദാറ്റ് യു ലുക്ക് ഫോർ ഇൻ എ ഫ്രണ്ട്? ഒരു ഫ്രണ്ടിൽ ഏത് ട്രേറ്റ് ആണ് അപ്പം മോസ്റ്റ്? കാരണം പോകുന്നിടത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. I have a lot of friends. I do. The closest friends എന്ന് പറയുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും 5-6 പേരേ ഉള്ളൂ. Closest. അതായത് I feel like I am in the center and there are concentric circles like. അപ്പോൾ ഓരോ ഷെല്ലിലും ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഷെല്ലിൽ നിൽക്കുന്ന ആൾക്കാരോട് വളരെ ജെന്യുവൻ ആയിട്ടുള്ള കണക്ഷൻസ് ആണ്. അത് ചിലപ്പോൾ വർക്ക് സ്പേസിലുള്ള കണക്ഷൻസ് ആയിരിക്കും. That doesn't mean they are my best friend or like they know everything about me. They know a certain version of me. അത് മതി. അതും ഒരു ഓണറിങ് ദാറ്റ് റിലേഷൻഷിപ്പാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സിൽ ഐ ഗെസ് ലെറ്റ് മീ ബി. അവരിൽ നിന്ന് എനിക്ക് വേണ്ടത് ഇസ് ടു ലെറ്റ് മീ ബി. അത് എൻ്റെ വാട്ട് എൻ ഓണർ ഇറ്റ് ഇസ് ടു ഹാവ് സമ്മൺ വിറ്റ്നസ് യുവർ ലൈഫ്. ഐ എം നെവർ ലോൺലി ബിക്കോസ് എനിക്ക് ഞാൻ വളരുന്നത് കാണാൻ എനിക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ. ഐ ഹാവ് മൈ പേരൻസ് and I have these friends who are constantly witnessing it. And it is never about presenting the most truest version. നമ്മൾ സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജെന്യുവൻ ആയിട്ട് വളരെ ട്രൂ ആയിട്ട് പ്രസന്റ് ചെയ്യും. Sometimes I'm very fake also and they know that also. See, allow me my failures, allow me my misgivings, allow me my flaws. Just allow me to be human as human can be. That's my only requirement from any kind of companionship, because I will do the same for you. That's my aim in life, is that ഞാൻ അത് ചെയ്യാൻ എനിക്കും പറ്റട്ടെ എന്നുള്ളതാണ്. അപ്പോൾ റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പാർവതിക്ക് കമ്പാനിയൻഷിപ്പ് ഉണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് റൊമാൻറ്റിക് ലവ് ഫോർ യു? When you meet some people, you expand. When you meet some people, you shrink. That's how you know. ഞാൻ കടന്നു പോയിട്ടുള്ള ഒരു രീതിയിലുള്ള ഹറാസ്മെൻറ്റും അബ്യൂസും എൻ്റെ ഫോൾട്ടല്ല. ഷീ വെൻ ത്രൂ എ കേസ്, ഇതേപോലെ ഒരു കേസ് കടന്നു പോയിട്ട് ഷീ വൺ ദ കേസ്. ആൻഡ് ദ നെക്സ്റ്റ് കോൺസേർട്ടിൽ ഷീ സ്പോക്ക് അബൌട്ട് ഇറ്റ്, സെയിങ് ദാറ്റ് കഴിഞ്ഞ കൊല്ലം ഈ ദിവസം ഞാൻ കോർട്ട് റൂമിലിരിക്കുകയായിരുന്നു. എനിക്ക് ബിലീവ് പോലും ചെയ്യാൻ പറ്റില്ല, അന്ന് ആ ജൂറിയിലുള്ള ആൾക്കാർ എന്നെ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയായിരിക്കുമെന്ന്. ആൻഡ് ദെൻ ഷീ ഡെഡിക്കേറ്റഡ് ദ നെക്സ്റ്റ് സോങ് to all the women who have not been believed. Not just women, anybody who's not been believed.